ഹൈ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ആദ്യം 20/5/2025 ചൊവ്വാഴ്ച 24,713 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 24,744 എന്ന ലെവലിലാണ്. അതായത് ഒരു 30-ലധികം പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ്. ഓപ്പൺ ആയ ഉടനെ തന്നെ അല്പം പോയിന്റ് മുകളിലോട്ട് സഞ്ചരിച്ചുവെങ്കിലും നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 24,753 എന്ന ടാർഗറ്റിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ കഴിയാതെ അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുകയാണ് ചെയ്തത്. ഇന്നത്തെ ഹൈ ആൻഡ് ലോ പരിശോധിച്ചാൽ നമുക്ക് കാണാം ഒരു 260-ലധികം പോയിന്റിന്റെ മൂവ്മെന്റ് നിഫ്റ്റി തന്നിട്ടുണ്ട്. നല്ല ട്രേഡബിൾ ദിനമായിരുന്നു എന്നതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. ഇത്തരത്തിൽ ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നു എന്ന് മനസ്സിലാക്കി അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം എന്ന് കരുതി പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത ഏതൊരാൾക്കും കൃത്യമായും പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. ആദ്യത്തെ 5 മിനിറ്റ് തന്നെ സെല്ലിംഗ് തന്നു. പിന്നീട് വീണ്ടും കിട്ടിയ അപ്പ് മൂവ് അത് പിന്നെയും ആദ്യത്തെ ചാൻസ് ഉപയോഗിക്കാൻ കഴിയാതിരുന്നവർക്ക് വീണ്ടും ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തുകൊണ്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായും നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 24,694 എന്ന ലെവലിൽ കൃത്യമായി സപ്പോർട്ട് എടുക്കുകയായിരുന്നു. ആ ലെവലിലേക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറി. വീണ്ടും ഇവിടെ നിന്നും തീർച്ചയായും ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി സപ്പോർട്ട് ലെവലിൽ നിന്ന് ലഭിച്ചേക്കാം എന്ന് കരുതി വെയിറ്റ് ചെയ്തിരുന്നവർക്ക് ഇവിടെ നിന്നും റിവേഴ്സ് ആകുന്നത് കണ്ട് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കാൻ കഴിയുമായിരുന്നു. ഇന്നലെ ഞാൻ വീഡിയോ ചെയ്യുമ്പോഴേ പറഞ്ഞിരുന്നു ഈ ലെവലും അത്തരത്തിലുള്ള ഒരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് മൈനർ സപ്പോർട്ടായി ഉപയോഗിക്കാൻ കഴിയും എന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിൽ ഈ ലെവലിനെ ഒരു സ്റ്റോപ്പ് ലോസ് ആയി കണ്ടുകൊണ്ട് ഇവിടെ നിന്നും ബൈ ചെയ്യാൻ ശ്രമിച്ചവർക്കും തീർച്ചയായും നല്ല ടാർഗറ്റ് ലഭിച്ചിട്ടുണ്ട്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ പതിയെ പ്രൈസ് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് സഞ്ചരിച്ചേക്കാമെന്നും അങ്ങനെയെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ കഴിയുമെന്നായിരുന്നു കരുതിയിരുന്നത്. ആ തരത്തിൽ തന്നെ കൃത്യമായ രീതിയിൽ പ്രൈസ് മുന്നോട്ട് പോയിരുന്നു. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന മൈനർ റെസിസ്റ്റൻസ് ലെവലുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു എങ്കിൽ പോലും വീണ്ടും കൃത്യമായ സപ്പോർട്ട് എടുത്തുകൊണ്ട് ബ്രേക്ക് ചെയ്തു പോവുകയാണ് ചെയ്തത്. എന്നാൽ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന പ്രധാന റെസിസ്റ്റൻസ് ആയ 24,931 എന്ന ലെവലിൽ ആ ലെവൽ ടെസ്റ്റ് ചെയ്യുമ്പോഴേക്കും കൃത്യമായി പ്രോഫിറ്റ് എടുത്ത് ബുക്ക് ചെയ്ത് ലാഭം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയവരുടെ P&Lകൾ ഇന്ന് പബ്ലിക് ചാനലിലുണ്ട്. പിന്നെ ഒരാൾക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് കൃത്യമായും നിഫ്റ്റി ഇത്ര മാത്രമേ മൂവ് ചെയ്തിട്ടുള്ളൂ. ഒരാൾക്ക് 1000 രൂപയായിരിക്കാം, ഒരാൾക്ക് 10,000 രൂപയായിരിക്കാം, അത്തരത്തിൽ മാറാം. അത് അവരവരെ എടുക്കുന്ന ലോട്ട് സൈസിൽ കണക്കാക്കിക്കൊണ്ടാണ് നിഫ്റ്റി ഇത്ര പോയിന്റ് മൂവ് ചെയ്യുമ്പോൾ തീർച്ചയായും അവരെടുത്തിരിക്കുന്ന ഓപ്ഷൻ ഇത്ര മാത്രം പോയിന്റാണ് മൂവ് ചെയ്യുക. എന്നാൽ അതേ ഓപ്ഷൻ അത്ര മാത്രം പോയിന്റ് മാത്രം മൂവ് ചെയ്യുമ്പോൾ കൂടുതൽ ലാഭം കിട്ടണം അവർക്ക് ഫിനാൻഷ്യൽ കപ്പാസിറ്റി വേണം, കൂടുതൽ ലോട്ട് എടുക്കാനുള്ള കഴിവും ഉണ്ടാവണം. അത്തരത്തിൽ കൃത്യമായും അവിടെ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. വീണ്ടും ഡിക്ലൈൻ കിട്ടിയെങ്കിലും പുതിയ ഉയരം രേഖപ്പെടുത്താൻ സാധിക്കാതെ പ്രൈസ് ഡൗൺ സൈഡിലേക്ക് സെല്ലായി പോരുന്നത് കൃത്യമായി കാണാൻ കഴിയുന്നതായിരുന്നു. ആ തരത്തിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം എന്ന് കരുതി പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്തവർക്ക് ട്രെയിൽ ചെയ്യാൻ കഴിയുന്നതായിരുന്നുവെങ്കിൽ തീർച്ചയായും ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യുന്ന ഒരു ടാർഗറ്റാണ് വലിയ താമസമില്ലാതെ തന്നെ ലഭിച്ചത് എന്ന് വേണം പറയാൻ. അതിനുശേഷം വീണ്ടും ഇവിടെ നിന്നും സപ്പോർട്ട് എടുത്തു. എന്നാൽ പിന്നീടുള്ള സമയം പ്രൈസ് കൺസോൾഡേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. കൃത്യമായും ലെവലുകളെ പരിശോധിച്ചുകൊണ്ട് പലരും ചെറിയ ചെറിയ ട്രേഡുകൾ എടുത്ത് പ്രോഫിറ്റ് നൽകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് ലഭ്യമായിരുന്ന ട്രേഡിംഗ് അവസരങ്ങൾ. ഇന്ന് നൽകിയ പ്രൈസ് മൂവിംഗ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെയായിരിക്കാം എന്ന് പരിശോധിക്കാം. 24,796 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ 24,762 എന്ന ലെവലാണ് തൊട്ട് താഴെ രേഖപ്പെടുത്തിയിരിക്കുന്ന മൈനർ സപ്പോർട്ട്. 24,928 അതുപോലെ 25,030 എന്നിങ്ങനെയുള്ള മൈനർ റെസിസ്റ്റൻസുകളാണ് മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കിയുള്ള ലെവലുകൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ രേഖപ്പെടുത്തിയ അതേ ലെവലുകൾ തന്നെയാണ്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം.
ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 24,928 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ തുടർന്ന് പ്രൈസ് അപ്വേർഡ് ഡയറക്ഷനിൽ സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് മൈനർ റെസിസ്റ്റൻസുകളായി മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 24,727 എന്ന് പറയുന്ന ലെവലാണ്. ആ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയും വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ ഗ്രാജുവലി താഴെ രേഖപ്പെടുത്തിയ സപ്പോർട്ട് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് കരുതുന്നത്. എന്നാൽ ഇന്നത്തെ ലോ ആയ ഈ ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നു എന്ന് വരുന്നത് പ്രൈസ് കുറച്ചും കൂടെ കൂടുതൽ വീക്ക് ആകാം എന്നാണ് സൂചിപ്പിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് താഴെയോട്ട് മൈനർ സപ്പോർട്ടുകളായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാമെന്നാണ് കരുതുന്നത്. 55,053 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ടു താഴെയായി 54,989 എന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രധാന റെസിസ്റ്റൻസായി 55,626 എന്ന ലെവലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനിടയിൽ 55,338, 480 എന്നിങ്ങനെയുള്ള മൈനർ റെസിസ്റ്റൻസുകളും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകളിൽ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 55,338 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. ആ തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയ മൈനർ റെസിസ്റ്റൻസുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവലുകൾ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യമേ ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 54,890 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ വീണ്ടും ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ പ്രൈസ് ഡിക്ലൈൻ ആയേക്കാം എന്നാണ് കണക്കാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന സപ്പോർട്ട് ലെവലുകളാണ് ടാർഗറ്റ് ലെവലുകളാണ് ഇവിടെ മൈനർ സപ്പോർട്ടുകളായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇന്നത്തെ ലോ ആയ 54,684 എന്ന ലെവൽ ബ്രേക്ക് ചെയ്ത് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുന്നത് പ്രൈസ് കൂടുതൽ വീക്കാണ് എന്നാണ് സൂചിപ്പിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. 81,460 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 81,345 എന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 81,876 എന്ന ലെവലാണ്. അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ തുടർന്ന് പ്രൈസ് അപ്വേർഡ് ഡയറക്ഷൻ സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ലെവലുകൾ.
82,047, 82,150, 82,307, 427 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് മുകളിലോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളവ. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 81,235 എന്ന് പറയുന്ന ഇന്നത്തെ ഡേയ്സ് ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് വീണ്ടും 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ തുടർന്ന് ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് താഴെ രേഖപ്പെടുത്തി കാണുന്ന സപ്പോർട്ട് ലെവലുകൾ. അതിൽ പ്രധാനമായി നിൽക്കൊള്ളാൻ സാധ്യതയുള്ളത് 80,966 എന്ന് പറയുന്ന ലെവലാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ സാധാരണയായി ചെയ്യുന്ന 3 ഇൻഡെക്സുകളുടെയും നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നമ്മളുടെ പബ്ലിക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ പിൻ ചെയ്യുന്നുണ്ട്. അതിലെൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്. ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് കരുതുന്നവർക്ക് വാട്സപ്പ് വോയിസ് മെസ്സേജിലൂടെ ഞാനുമായി സംവദിക്കാവുന്നതാണ്. ഡിസ്ക്ലെയിമർ: ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എൻ്റെ എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന ഒരു ട്രേഡിംഗ് പ്ലാൻ മാത്രമാണിത്. നമ്മുടെ ചാനലിലെ വ്യൂവേഴ്സിനും ഗുണകരമാകത്തക്ക രീതിയിൽ പഠനാർത്ഥം ഉപയോഗിക്കത്തക്ക രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. എന്നാൽ നിങ്ങളുടെ പരിശോധനയിൽ നമ്മളുടെ ചാനൽ അല്ലെങ്കിൽ ഈ ട്രേഡിംഗ് പ്ലാൻ ഗുണകരമാണ് എന്നാണ് തോന്നുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിനും നമ്മുടെ ചാനൽ ഷെയർ ചെയ്തെടുക്കുക. അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതിനൊപ്പം ലൈക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളുമാണ് നമ്മളുടെ ചാനലിനെ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യാൻ കാരണമാകുന്നത്. അതുകൊണ്ട് തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്ത് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെൻ്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്